അഹമ്മദാബാദ് ഹൈക്കോടതി ജഡ്ജി എസ്.കെ. യാദവിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ ഇടപെട്ട് സുപ്രീംകോടതി. ഹൈക്കോടതിയിൽ നിന്നും സുപ്രീംകോടതി വിശദാംശങ്ങൾ തേടി. എസ്.കെ. യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്ന് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. സിബി നൽകും സമഗ്രമായ വിവരങ്ങൾ. കാവ്യ, ഭൂരിപക്ഷത്തിന്റെ ഹിതമനുസരിച്ച് നമ്മുടെ രാജ്യം ഭരിക്കപ്പെടണമെന്ന അഹമ്മദാബാദ് ഹൈക്കോടതി ജഡ്ജിയായ എസ്.കെ. യാദവിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം CPIM പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കരാട്ട് അടക്കം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുകയും ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്നും ഇതിൽ കൃത്യമായ ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അഹമ്മദാബാദ് ഹൈക്കോടതിയോട് ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാധ്യമ വാർത്തകളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടതായും പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം അടക്കമല്ലാതിനെയും ചോദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഈ എസ്.കെ. യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ കപിൽ സിബൽ രംഗത്തെത്തി. ഈ എസ്.കെ. യാദവിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി ഈ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതിനുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്നും കപിൽ സിബൽ ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ പദവി അടക്കമല്ലാതിനെയും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റീഫോംസ് CJAR സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനവും നടപടി ആവശ്യപ്പെട്ടുള്ള കത്തുകളുമാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിലുള്ളത്. എന്തായാലും സുപ്രീം കോടതി ഇപ്പോൾ ഈ അഹമ്മദാബാദ് ഹൈക്കോടതിക്ക് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാവ്യ, ശരി, സിബിയാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.